ഇത് യഹോവ സൃഷ്ടിച്ച ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം ആത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമാണെന്നറിവിൻ. അവിടെ നമ്മെ സൃഷ്ടിച്ചു, നാം ദൈവത്തിലുള്ളവരാകുന്നു. നിൽക്കവേ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിയുടെ മധ്യത്തിൽ വസിക്കുന്നവനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ വിശുദ്ധ ദിനത്തിന്റെ പ്രഭാത വേളയിൽ അവിടുത്തെ പ്രിയമക്കളായ അടിയങ്ങളുടെ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് തിരുമുഖത്തേക്ക് നോക്കുവാനും തിരുശബ്ദം ശ്രവിക്കുവാനും ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ഈ അവസരത്തിനായി സ്തോത്രം. ആരാധനയിൽ ഒന്നിച്ച് ഞങ്ങൾ നടത്തിയിരുന്ന ആരാധന പ്രത്യേകമായ സാഹചര്യത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ഈ വിധത്തിൽ ഭവനങ്ങളിലായിരുന്നു നടത്തേണ്ടി വരുമ്പോൾ ദൈവത്തിന്റെ വിശേഷമായ കൃപയും സാന്നിധ്യവും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. തിരു സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പല ഭവനങ്ങളിലാണെങ്കിലും മനസ്സിൽ ഒന്നായി കർത്താവെ അങ്ങേ ആരാധിക്കുവാൻ അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആദ്യന്തം തിരുകൃപയും സാന്നിധ്യവും ഞങ്ങൾ നൽകി ആശീർവദിക്കണമേ. അവിടെ നിന്ന് അധ്യക്ഷത വഹിച്ച് മഹത്വം കൈക്കൊള്ളുകയും അടിയങ്ങളെ ആശീർവദിക്കുകയും ചെയ്യണമെന്ന് ക്രിസ്തയേശു മൂലം യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ, ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 16ാമത്തെ പാട്ട് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 16ാമത്തെ പാട്ട്. Yeah.
ആരാധനക്രമം ആറാം പുറം സ്തുതിലിത്താനി നാലാം ഭാഗം. ആരാധനക്രമം ആറാം പുറം സ്തുതിലിത്താനികൾ നാലാം ഭാഗം. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയെ പാടിക്കുക. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ അവിടുത്തെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവിടുന്ന് സകലദേവന്മാർക്കും മീതെ മഹാരാജാവേ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവിടുത്തേക്കുള്ളവ. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ സൃഷ്ടിച്ചു. കരയെയും തിരിക്കരങ്ങൾ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ചവരുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവിടെ നമ്മോട് പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. കർത്താവ് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വലിയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കുട്ടികളെ മടക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ആ പാപകുറ്റങ്ങളെ ഉണർന്നവരായി 10-ാം പുറത്ത് കാണുന്ന രണ്ടാമത്തെ അനുതാപ പ്രാർത്ഥനയിലൂടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമയ്ക്കായി യാചിക്കാം. 10-ാം പുറം രണ്ടാമത്തെ അനുതാപ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥനും പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതിനായി നമ്മുടെ ജീവിതത്തിൽ അനുദിനം ചെയ്തു വരുന്ന നന്മകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ 103-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 2 വചനങ്ങൾ 3 പ്രാവശ്യം നമുക്ക് ചേർന്ന് പറയാം. 103-ാം സങ്കീർത്തനം 1-2 വചനങ്ങൾ ചേർന്ന് പറയാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഒന്നും മറക്കരുത്. ആമേൻ. ഇന്നത്തേക്കായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം
വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. യോഹന്നാൻ 21:1 മുതൽ 14 വരെ. അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നുവെന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറി പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലതു ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്ങി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തിലായികയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. സർവ്വലോക വിശ്വാസികളോട് ചേർന്ന് നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണ പ്രകാരം ഏറ്റു പറയാം. ആരാധനക്രമം 22-ാം പദം. ആരാധനക്രമം 22-ാം പദം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുട്ടുകളെ മടക്കാം.
മക്കളായ നിങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുവാൻ ഒരുക്കിയിരിക്കുന്ന ഈ അവസരത്തിനായി സ്തോത്രം. ദൈവമേ, ഇന്ന് ലോകം കൊറോണ വൈറസിന്റെ പിടിയിൽ അമർന്ന് ദുഃഖത്തിലും വേദനയിലും നിരാശയിലുമായിരിക്കുമ്പോൾ അവിടുത്തെ മക്കളായ അടിയങ്ങളെ അവിടെ ഇത്രത്തോളം കൃപയോടെ നടത്തിയിരിക്കുന്നു. ഇന്നും സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രത്യാശയോടുകൂടെ തിരുമുഖത്തേക്ക് നോക്കാൻ കൃപയിരിക്കുന്നതിനായി സ്തോത്രം. ദൈവമേ, അവിടുന്ന് ഓരോ ദിവസവും അടിയങ്ങളുടെ ജീവിതങ്ങളിൽ ചെയ്യുന്ന നന്മകളെ നന്ദിയോടുകൂടെ ഓർമ്മിക്കുവാനും അങ്ങേ സ്തുതി സ്തോത്രം അർപ്പിച്ച് അങ്ങേ മഹത്വമായി ജീവിക്കുവാൻ അടിയങ്ങളെല്ലാവരെയും അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ തൃക്കരങ്ങൾ തരുന്നു. ദൈവമേ, ഓരോ ഭവനത്തെയും ഓരോ വ്യക്തിയെ അവിടെ കൃപയോടെ കടാക്ഷിക്കണമേ. ഈ നാളിൽ ദൈവത്തിന്റെ പ്രത്യേകമായ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ ഭവനങ്ങൾക്ക് നൽകി നമ്മൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവിധമായ ആവശ്യഭാരങ്ങളുടെ മധ്യയായിരിക്കുന്ന ജനം ഈ നാളുകളിൽ സ്വന്തം ഉപജീവനത്തിനായി അധ്വാനിക്കാൻ സാധിക്കാതെ ഭവനങ്ങൾ അടച്ചിരിക്കേണ്ടുന്ന അവസ്ഥയിൽ കർത്താവ് എല്ലാവരെയും കൃപയോടെ കടാക്ഷിച്ച് അനുദിനം ആവശ്യമായ നന്മകൾ നൽകി അവിടുന്ന് വഴി നടത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരിക ക്ഷീണം ബലഹീനത മധ്യയായിരിക്കുന്നവരെ അവിടുന്ന് ശക്തീകരിക്കണമേ. സമ്പൂർണമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. മനക്ലേശങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടുന്ന ആശ്വാസം നൽകണമേ. കടബാധ്യതകളും മറ്റുമായിരിക്കുന്നവർക്ക് അതിന് വിടുതൽ നൽകണം. കർത്താവിന് ആവശ്യമായ സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കണമേ. നല്ല ഉപജീവന മാർഗങ്ങളില്ലാത്ത ഉപജീവന മാർഗങ്ങൾ നൽകണമേ. ഭവനങ്ങളില്ലാത്തവർക്ക് നല്ല ഭവനങ്ങൾ നൽകണമേ. സമാധാനമില്ലാത്ത ഭവനങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇങ്ങനെ വിവിധമായ ആവശ്യങ്ങൾ മധ്യയായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കൃപയോടെ കടാക്ഷിക്കണമേ. എല്ലാവർക്കും ആവശ്യമായ നന്മകൾ നൽകണമേ. അവിടുത്തെ മക്കൾ ഈ ദേശത്ത് തന്റെ മേൽ വെച്ച് വിളക്ക് പോലെ ശോഭിക്കുവാൻ വേണ്ടുന്ന എല്ലാ കൃപാവരങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ദേശത്തെ തൃക്കരങ്ങൾ തരുന്നു. ദേശവാസികളെല്ലാവരും ആശീർവദിക്കണമേ. കർത്താവേ, ആർക്കും ഒരു പ്രയാസവും കഷ്ടതയും കൂടാതെ കാത്തുകൊള്ളണമേ. എല്ലാവർക്കും ഈ നാളുകൾ ആവശ്യമായ വിശേഷമായ കൃപയും അനുഗ്രഹവും നൽകി അവിടുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനമെല്ലാവരും സ്നേഹത്തോടെ ഐക്യത്തോടുകൂടി ആയിരിക്കാൻ സഹായിക്കണമേ. ഭരണാധിപന്മാർ ജനനന്മയ്ക്ക് വേണ്ടി അർപ്പണ മനോഭാവത്തിൽ പ്രവർത്തിക്കുന്നതിന് സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, കോവിഡിന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ജനത്തിന്റെ മുക്തിക്ക് വേണ്ടി ദൈവമേ, ഞങ്ങളുടെ ഭരണാധിപന്മാർ ചെയ്യുന്ന വിവിധമായ കാര്യങ്ങൾ അവിടുത്തെ കോവിഡിന് എല്ലാ കാര്യങ്ങളും അവർ ആശീർവദിച്ച് ഫലപ്രദമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ആശുപത്രികളിലും ഭവനങ്ങളിലുമായി ഈ രോഗത്തിന്റെ ബന്ധനത്തിനായിരിക്കുന്ന എല്ലാ മക്കളെയും കൃപയോടെ കടാക്ഷിച്ച് ആർക്കും കർത്താവ് ജീവഹാനി വരാതെ വണ്ണം എല്ലാവർക്കും സൗഖ്യം നൽകി എല്ലാവരെയും അവിടെ നിന്ന് ആശീർവദിക്കണമേ. ലോകത്തിന്റെ നാനാഭാഗത്ത് കർത്താവെ ആയിരങ്ങൾ പതിനായിരങ്ങൾ കർത്താവ് ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം നൽകി അവിടുത്തെ മക്കളെ എല്ലാവരെയും അവിടെ നിന്ന് ആശീർവദിക്കണമേ. ദൈവമേ, ലോകം ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുവാൻ അവിടുന്ന് കൃപയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യദാതാവായ അങ്ങിലേക്ക്, ജീവന്റെ ഉടയവനായ അങ്ങിലേക്ക് എല്ലാവരും തിരിയുവാനും സൗഖ്യം പ്രാപിക്കുവാൻ, ജീവനെ തിരിച്ച് പ്രാപിക്കുവാൻ എല്ലാവർക്കും കൃപയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസ്ഥകൾക്ക് എത്രയും ഒരു മാറ്റം നൽകി ലോകത്ത് അവിടെ ദിവ്യമായിട്ടുള്ള സമാധാനത്തെ, സന്തോഷത്തെ, പ്രത്യാശയെ അവിടെ നൽകി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെങ്ങും നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. അതുള്ള സഭാ കൗൺസിലിൻ പ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ. ഭാരതത്തിലെ സഭകളെ അനുഗ്രഹിക്കണമേ. എല്ലാവരും ഐക്യത്തോട് പ്രവർത്തിക്കുവാൻ സഹായിക്കണമേ. ദക്ഷിണേന്ത്യ സഭയും സിനഡിന്റെയും പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മഹായുടെ അനുഗ്രഹിക്കണമേ. വിവിധമായ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ കൃപയോടെ ഇരിക്കണമേ. സുവിശേഷ പ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ. ആതുര സേവന പ്രവർത്തനങ്ങൾ, ജീവാരോഗ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ ശുശ്രൂഷകൾ എല്ലാം അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഈ വിധമായ ശുശ്രൂഷകൾ അനുപൂർണമായി നിറവേറ്റുവാൻ തക്കവണ്ണം അഭിമന്യ ബിഷപ്പിനെയും മറ്റെല്ലാ ഭാരവാഹികളെയും ആത്മാവിനാൽ ശക്തീകരിച്ച് അവിടുന്ന് വഴി നടത്തുന്ന പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ശുശ്രൂഷന്മാരെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ഈ ദിനത്തിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുമ്പോൾ ദൈവത്തിന്റെ കൃപയോടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ സഭയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കണ്ടിന്മേൽ വെച്ച് വിളക്ക് പോലെ ശോഭിക്കാൻ തക്കവണ്ണം എല്ലാ സഭകളിലും അനുഭവപൂർണമായ ആത്മീയ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതിന് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ വീണ്ടും സഭയെ അവിടുന്ന് ആശീർവദിക്കണം. എത്ര വേഗം ഞങ്ങളുടെ മേലുള്ള ഈ പ്രയാസങ്ങളെല്ലാം മാറുവാനും വേണ്ടി ഞങ്ങൾ ആലയത്തിൽ ഒന്നിച്ചുകൂടി സന്തോഷത്തോടെ അങ്ങേ മഹത്വരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. അതിനുള്ള സാഹചര്യങ്ങൾ എത്ര വേഗം അവിടുന്ന് ഒരുക്കി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ സമയം ഈ രോഗത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്ന ജനസമൂഹത്തെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, സ്റ്റാഫ്, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, മറ്റു ജീവനക്കാർ എല്ലാവരെയും ഒന്ന് ആശീർവദിക്കണമേ. അവർ കർത്താവെ വളരെ അപകടകരമായ സാഹചര്യത്തിലും ചെയ്യുന്ന ശുശ്രൂഷകൾ അവർക്ക് കൂടിയിരിക്കുകയും അവിടുത്തെ മക്കൾക്ക് ഒരു പ്രയാസവും വരാതെ അവരെയും അവരുടെ കുടുംബങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളും പ്രാർത്ഥിക്കുന്നു. ഈ നാളുകൾ കർത്താവെ പ്രത്യേകമായ ദൗത്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന പോലീസ് സേനയെ ഞങ്ങൾ ഓർമ്മിക്കുന്നു. കർത്താവെ അഹോരാത്രം അവർ ചെയ്യുന്ന ആ ദൗത്യത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. അതിനായി അവിടുത്തെ മക്കള് ശരീരത്തിൽ മനസ്സിലാക്കാൻ ശക്തീകരിക്കണം പ്രാർത്ഥിക്കുന്നു. ഈ നാളുകൾ കർത്താവെ ദേശമെങ്ങും ചെയ്യപ്പെടുന്ന വിവിധമായ പ്രവർത്തനങ്ങളെ അവിടെ നിയന്ത്രിച്ച് അനുഗ്രഹിച്ച് എത്രയും കർത്താവെ ഈ രോഗത്തിന്റെ ബന്ധനത്തിൽ നിന്ന് അടിയങ്ങളുടെ രാജ്യത്തിന് ലോകത്തിനാകമാനം അവിടുന്ന് വിടുതൽ നൽകണമേ പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്നത്തെ ഈ ആരാധന അവർക്ക് കൂടെ ഇരിക്കും. സ്തോത്രം. തുടർന്ന് അവിടുന്ന് കൂടെ ഇരിക്കും വചനത്തിലൂടെ അടിയങ്ങളോട് അവിടെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല കാര്യങ്ങളും കർത്താവ് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ക്രിസ്തയേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരു ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താ ദുഷ്ടങ്ങൾ വിടിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നല്ലോ. ആമേൻ. പ്രിയമുള്ളവരെ, മുന്നാഴ്ചകളെ പോലെ ഈ വിശുദ്ധ ദിനത്തിലും നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നാം ദൈവത്തെ ആരാധിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ അങ്ങനെ ആരാധിക്കുന്നതിന് ക്രമീകരണങ്ങൾ ചെയ്യുന്ന ദൈവം ഒരുക്കിയിരിക്കുന്ന സാഹചര്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം. ഈ ആരാധന അനുഭവപൂർണ്ണമായി റെക്കോർഡ് ചെയ്ത് അതിന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന പ്രിയമുള്ളവരെ ഞാൻ പ്രത്യേകം സന്തോഷത്തോട് ഓർമ്മിക്കുന്നു. അവരുടെ നല്ല സേവനത്തിന് ഞാൻ അവർക്ക് നന്ദി പറയുകയും ചെയ്യും. ഇന്ന് നാം സുവിശേഷമായി വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 12-ാമത്തെ വാക്യം. യോഹന്നാൻ 21:12 വാക്യം. യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ആതിഥേയത്വത്തിലേക്കുള്ള ക്ഷണം, ഇൻവിറ്റേഷൻ ടു ദ ഹോസ്പിറ്റാലിറ്റി ഓഫ് ക്രൈസ്റ്റ് എന്നതാണ് ഇന്ന് നമുക്ക് ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന വിഷയം. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നാം 2 ആഴ്ചകൾക്ക് മുൻപ് പരിമിതമായ രീതിയിലെങ്കിലും ആരാധനയുടെ അന്തരീക്ഷത്തിൽ ആഘോഷിച്ചു. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് തുടർന്നുള്ള ആഴ്ചകളിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം പ്രത്യക്ഷനായി എന്ന് നമുക്കറിയാം. അല്ല, ആദ്യ പ്രാവശ്യം കർത്താവ് വന്നപ്പോൾ തോമസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തോമസ് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ വീണ്ടും അടുത്ത ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കർത്താവ് വന്നപ്പോൾ തോമസ് ഉണ്ടായിരുന്നു. കർത്താവിനെ കണ്ട് തോമസ് വിശ്വസിച്ചു. അവിടെയാണ് തോമസ് പറയുന്നത്, എന്റെ കർത്താവും ദൈവവുമായി. തുടർന്ന് നാം നോക്കുമ്പോൾ ശിഷ്യന്മാർ ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. അവരിൽ ശീമോൻ പത്രോസ് ഉണ്ട്, തോമസ് ഉണ്ട്, ഗലീലയിലെ കാനായിൽ ദേശക്കാരനായ നഥനയേലുണ്ട്, സബദി മക്കളുണ്ട്, വേറെ 2 പേരുണ്ടായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. എല്ലാവരും അങ്ങനെ ഒന്നിച്ചിരുന്നപ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് അവരുടെ മുൻപിലുള്ള ചോദ്യം. തങ്ങളുടെ ഗുരു ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇടയിൽ പ്രത്യക്ഷനായി എങ്കിലും, ഉയർത്തെഴുന്നേറ്റവനായി പ്രത്യക്ഷനായെങ്കിലും
തുടർന്നും എന്താണ് ഇനി എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ വെറുതെ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുവാൻ അവർക്ക് സാധിക്കില്ല. തുടർന്ന് ജീവിതമുണ്ട്, അതിനാവശ്യമായിട്ടുള്ള സമ്പത്ത് വേണം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശിമോൻ പത്രോസ് അവരോട് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. അതായത് എൻ്റെ പഴയ തൊഴിലിലേക്ക് പോവുകയാണ്. മീൻ പിടിച്ചുകൊണ്ടിരുന്നിടത്താണ് യേശു ശിമോൻ പത്രോസിനെ വിളിച്ചത് എന്ന് നമുക്കറിയാം. കർത്താവ് വിളിച്ച സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചു പോകുന്ന പത്രോസ്. അപ്പോ എല്ലാവരും മുതിർന്ന അംഗമായ പത്രോസ് ഇത് പറഞ്ഞപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, എന്നാൽ ഞങ്ങളും കൂടെ വരുന്നു. ശരി, അങ്ങനെ എല്ലാവരും ചേർന്ന് സന്ധ്യയിൽ മീൻ പിടുത്തം തുടങ്ങി. ഇവിടെ പറയുകയാണ്, ആ രാത്രി മുഴുവനും അവർ അധ്വാനിച്ചു. ആ കടൽ അവർ കന്യമല്ല, തിബിരിയാസ് കടൽ അവർ കന്യമല്ല. അവർ മുൻപും അവിടെ മീൻ പിടിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ മീനുണ്ട്, എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. പക്ഷേ അന്ന് അവർ അധ്വാനിച്ചപ്പോൾ കർത്താവിന്റെ ശിഷ്യത്വത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ അപ്പോസ്തല ദൗത്യത്തിൽ നിന്ന് തിരിഞ്ഞ് തങ്ങളുടെ ആ പഴയ തൊഴിലേക്ക് ചെന്നപ്പോൾ അവിടെ അവർക്ക് വിജയമല്ല, സമ്പൂർണമായ പരാജയമാണ് ഉണ്ടായത്. അങ്ങനെ ആ ദൗത്യത്തിൽ പരാജയപ്പെട്ട് ദുഃഖിതരായി നിരാശിതരായി കരയിലേക്ക് അവർ അടുത്തു വരികയാണ്. ഏതാണ്ട് 200 മുഴം അകലെ അവരെത്തിയപ്പോൾ യേശു കരയിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, വല്ലതും കിട്ടിയോ? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ അവർ പറയുകയാണ്, ഇല്ല, ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല. അപ്പൊ വീണ്ടും കരയിൽ നിന്ന് മറുപടി കൊടുക്കുകയാണ്, നിർദ്ദേശം കൊടുക്കുകയാണ്, നിങ്ങളുടെ വലത്ത് ഭാഗത്ത് വീശുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോ ആ പറഞ്ഞത് കേട്ട് അവർ വലതു വശത്ത് വീശി. ഇവിടെ പറയുന്നത് ധാരാളമായിട്ട് മീന് വലയിൽ അകപ്പെട്ടു. അതിന് വലിച്ചെടുക്കുവാൻ പോലും കഴിയാതെ വണ്ണം അത്ര വലിയ ഒരു കൂട്ടം മീന് അതിൽ അകപ്പെട്ടു എന്നാണ്. അപ്പൊ ആ അവസ്ഥയെ കണ്ടപ്പോൾ യേശു കൃത്യമായി സ്നേഹിച്ച, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ശിഷ്യൻ യോഹന്നാൻ നമുക്കറിയാം, പറയുകയാണ്, അത് കർത്താവാണ്. ഈ വിധത്തിൽ ഇത് സംഭവിച്ചത് മുൻപും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അവരെ വിളിക്കുമ്പോൾ, അവരെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുമ്പോൾ ഇതേപോലൊരു സംഭവം ഉണ്ടായി. അതേ സംഭവമാണ് വീണ്ടും. അപ്പോൾ പറയുകയാണ്, ഇത് കർത്താവാണ്. അപ്പോൾ നമുക്കറിയാം, വെള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുന്നവർ പൂർണ്ണ വസ്ത്രമൊക്കെ ധരിച്ച് നമ്മളെ പോലെ അല്ല പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പത്രോസ് എന്ത് ചെയ്തു, തന്റെ ആ പടവിൽ ഇരുന്ന വസ്ത്രമൊക്കെ എടുത്ത് അരയിൽ ചുറ്റി വെള്ളത്തിൽ ചാടി യേശുവിന്റെ അടുക്കിലേക്ക് നീന്തി വരികയാണ്. അവരും ആ വലയും വലിച്ച് പതുക്കെ വരുന്നു. ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച, കനലിൽ ആ മീൻ ചുട്ടുകൊണ്ടിരിക്കുക, മീൻ വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പവും അവിടെ ഉണ്ട്, അപ്പമുണ്ട്, മീൻ വെന്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കനലിൽ. എന്നിട്ട് കർത്താവ് അവരോട് പറഞ്ഞു, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരികയും. പത്രോസ് പടകിൽ കയറി ആ കരയ്ക്ക് വല വലിച്ചു കയറ്റി. അതിൽ പറയും 153 വലിയ മീൻ ഉണ്ടായിരുന്നു. അവിടെ 2 അത്ഭുതമാണ്. ഒന്ന്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തവർക്ക് ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നതിൽ എത്രയോ അധികമാണ്. 153 വലിയ മീൻ ലഭിച്ചു. ഇത്രയും മീൻ സാധാരണ വലയിൽ കയറിയാൽ ആ വലയ്ക്ക് തന്നെ താങ്ങുവാൻ കഴിയുകയില്ല, അതുകൊണ്ട് അത് കീറിപ്പോകും. പക്ഷെ ഇവിടെ പറയുകയാണ്, ഇത്രയും മീൻ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. മീൻ ധാരാളം കിട്ടിയ അത് അത്ഭുതമാണ്. ഇത്രയും അധികം മീൻ വന്നപ്പോൾ വല കീറിയില്ല എന്നുള്ളതും മറ്റൊരു അത്ഭുതമാണ്. ദൈവം നൽകുന്ന നന്മകളെ സംരക്ഷിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതും അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴാണ് അങ്ങനെ ആ മീനൊക്കെ കൊണ്ടുവരുമ്പോഴാണ് കർത്താവ് അവരോട് പറയുകയാണ്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളു, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളു. ഈ ആ ക്രിസ്തുവിന്റെ ആതിഥ്യത്തിലേക്കാണ്
ഈ ഹോസ്പിറ്റാലിറ്റിയിലേക്കാണ് നമുക്ക് ക്ഷണം ലഭിക്കുന്നത്. ക്രിസ്തുവിന്റെ ആതിഥേയത്വത്തിലേക്ക് ക്ഷണം എന്ന് പറഞ്ഞാൽ ഈ പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറയുന്ന അനുഭവമാണ്. സാധാരണ നമുക്കറിയാം, ആതിഥേയത്വം ഒരുക്കുന്ന ആളിന്റെ അടുക്കിലേക്കാണ് അതിഥികൾ ചെല്ലുന്നത്. നമ്മെ ആരെങ്കിലും ക്ഷണിച്ചാൽ അയാളാണ് ആതിഥേയൻ. അദ്ദേഹം എവിടെ ഒരുക്കുന്നോ അവിടെ അതിഥികൾ ചെന്ന് ആ വിരുന്നിൽ പങ്കുകൊള്ളുകയാണ് അതിഥി. പക്ഷേ ഇവിടെ ക്രിസ്തുവിന്റെ ആതിഥേയത്വം എന്നതിന്റെ സവിശേഷത, ക്രിസ്തു ആകുന്ന ആതിഥേയൻ നമ്മുടെ അടുക്കലേക്ക് വന്ന് നമുക്ക് ഭക്ഷണം നൽകുന്നു. അത് നൽകുന്ന സാഹചര്യം നാം ഓർമ്മിക്കുകയാണ്. ഈ അപ്പോസ്തലന്മാർ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഇനി എന്തെന്നുള്ള ചോദ്യത്തോടുകൂടെ പഴയ തൊഴിലേക്ക് ചെന്നു. പോകുമ്പോൾ തന്നെ എത്ര പ്രയാസമായിരിക്കും ചിന്തിക്കാം. കർത്താവ് തങ്ങളെ അപ്പോസ്തല ദൗത്യത്തിലേക്ക് വിളിച്ചു, പക്ഷെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ആ സാഹചര്യത്തിലാണ് പഴയ ആ തൊഴിലേക്ക് പോകുന്നത്. അവിടെയും പരാജയം. അങ്ങനെ സമ്പൂർണമായി പരാജയപ്പെട്ട മനസ്സ് തളർന്ന്, അതോടൊപ്പം തന്നെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നുമില്ലാതെ, ഒന്നും കഴിക്കാനുമില്ലാതെ വിശന്ന് തളർന്ന് അധ്വാനത്തിന് ക്ഷീണം എല്ലാമായിട്ടിരിക്കുന്ന ഒരു സമൂഹം. അവര് നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരും, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാമെന്നല്ല, അവരുടെ അടുക്കലേക്ക് അവർ ക്ഷീണിച്ച് ബലഹീനരായിരിക്കുന്ന, അവർ പരാജയപ്പെട്ട് തളർന്ന് നിരാശിതരായിരിക്കുന്ന സ്ഥലത്ത് കർത്താവ് ചെന്ന് അവർക്ക് വിരുന്നൊരുക്കുന്നു എന്നാണ് കാണുന്നത്. അതാണ് കർത്താവിന്റെ ആതിഥേയത്വത്തിന്റെ സവിശേഷത. നാം കർത്താവിനെ തേടി ചെന്ന് ആഹാരം സ്വീകരിക്കുക. നമ്മുടെ അവസ്ഥയിൽ, നമ്മുടെ പരാജയത്തിന്റെ, അതുമൂലമുണ്ടായിരിക്കുന്ന നിരാശയുടെ, സങ്കടത്തിന്റെ, അധ്വാനിച്ചുള്ള ക്ഷീണത്തിന്റെ, വിശപ്പിന്റെ മധ്യേ കർത്താവ് നമുക്ക് വിരുന്നുമായി വരുന്ന അനുഭവം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി തീരേണ്ടതാണ്. അനേക സന്ദർഭങ്ങളിൽ നമുക്ക് ഈ വിധത്തിൽ പരാജയത്തിന്റെ, സങ്കടത്തിന്റെ, നിരാശയുടെ അനുഭവം ഉണ്ടാകും. അവിടെയാണ് കർത്താവ്, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നമ്മെ സന്ദർശിക്കുന്നത്, നമുക്ക് വിരുന്നൊരുക്കുന്നത്. അതിൽ നാം മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ച് ഇനി ജീവിതത്തിന് ഒരു പ്രതീക്ഷയുമില്ല, മുൻപോട്ട് പോകാൻ ഒരു വഴിയുമില്ല, എല്ലാ മാർഗങ്ങളുമാണ്, ജീവിതം വഴിവിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് കർത്താവ് നമ്മെ സന്ദർശിക്കുകയാണ്. അവിടെ നമുക്ക് ഭക്ഷണം ഒരുക്കി നമ്മെ ശക്തീകരിക്കുകയാണ്. ആ വിധത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നന്മയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷയാണ് ഇന്ന് നമുക്ക് ഈ ഭാഗത്തിലൂടെ നൽകുന്നത്. കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു, തൻ്റെ ആതിഥേയത്വത്തിലേക്ക് ക്ഷണിക്കുന്നു. എവിടെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ, നമ്മുടെ വേദനയുടെ മധ്യ, കഷ്ടതയുടെ മധ്യ, പരാജയത്തിൻ്റെ മധ്യ, സങ്കടങ്ങളുടെ മധ്യ, നാം പ്രതിസന്ധിയിലായിരിക്കുന്ന ആ സ്ഥലത്ത് അവിടെ വന്ന് കർത്താവ് നമുക്ക് ആതിഥേയത്വം നൽകുന്നു. ആ ആതിഥേയത്തിലേക്കാണ് കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത്. കർത്താവ് ഇമ്മാനുവേൽ, കർത്താവ് നമ്മോട് നാം ആയിരിക്കുന്ന സ്ഥലം. പ്രിയമുള്ളവരെ, കർത്താവ് ഉയർത്തെഴുന്നേറ്റതിൻ്റെ സന്തോഷം, അനുഗ്രഹം ഇതാണ്. നാം എവിടെ പ്രയാസത്തിലായിരുന്നാലും നാം തേടിപ്പോയി കർത്താവിനെ കണ്ടുപിടിക്കുകയാണ്. കർത്താവ് നമ്മുടെ അടുക്കൽ വരുമ്പോൾ വെറുതെ അല്ല വരുന്നത്, നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കിക്കൊണ്ടുവരും. ആ വിധത്തിൽ നമ്മെ സമീപിക്കുന്ന കർത്താവിനെ സ്വീകരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മധ്യയുള്ള ചോദ്യം. നമുക്കറിയാം, ഒരു പടം, അവിടെ യേശു കർത്താവ് ഒരു വാതിൽക്കൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു മകൻ പിതാവിനോട് ചോദിച്ചു, എന്താ കർത്താവ് ഇങ്ങനെ തട്ടിക്കൊണ്ട് നിർത്തുന്നത്, അവരെന്താ തുറന്നു കൊടുക്കാൻ എന്നാണ്. അപ്പോൾ കർത്താവ് തുറന്നങ്ങ് കയറുകയല്ല, നാം തുറന്നു തരുമ്പോഴാണ് കർത്താവ് നമ്മുടെ അരികിലേക്ക് വരാൻ സാധിക്കുക. കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു ആതിഥേയത്വത്തിലേക്ക്. ക്ഷണം നാം സ്വീകരിച്ചാലേ കർത്താവിന് നമ്മോടുകൂടെ, അല്ലെങ്കിൽ നമുക്ക് വിരുന്ന് നൽകാൻ സാധിക്കും. തുടർന്ന് നാം നോക്കുമ്പോൾ കർത്താവ് ഭക്ഷണം എല്ലാം എടുത്തു കൊടുത്തു എന്നാണ് പറയുന്നത്.
കർത്താവ് എന്താ പറയുക? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു, ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അത് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. നമ്മുടെ ഹൃദയവാതിൽക്കൽ, നമ്മുടെ ഭവനങ്ങളുടെ വാതിൽക്കൽ, നാം പരാജയപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ, അവിടെ നമ്മെ ആതിഥ്യത്തിൽ ക്ഷണിക്കുന്ന കർത്താവിനെ സ്വീകരിക്കുവാൻ, കർത്താവിൻ്റെ ആതിഥ്യത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് മനസ്സാണോ എന്നതാണ് നമ്മുടെ മധ്യയുള്ള ചോദ്യം. കർത്താവിനെ നാം സ്വീകരിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ആതിഥ്യത്തിൽ സ്വീകരിച്ച് കർത്താവിനോടൊപ്പമുള്ള ആ കൂട്ടായ്മയിൽ പങ്കാളികളാണ്, ഉയർത്ത കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ പങ്കാളികളാകുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ജീവിതത്തെ, സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് വിജയകരമായ ജീവനുള്ള ചൈതന്യമുള്ള ജീവിതം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ നമ്മുടെ തലകളെ വണക്കാം. മരണയിരുളിൻ്റെ താഴ്വരയിലായിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടുവന്ന യേശു കർത്താവിന്റെ ജനനവേളയിൽ തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ആ വിധത്തിൽ വെളിച്ചം ലോകത്തിൽ ഇരുന്നിട്ടും ഇന്നും ലോകം മരണയിരുളിലായിരിക്കുന്നു. ദൈവമേ, ആ വിധത്തിൽ വെളിച്ചത്തെ സ്വീകരിക്കാതെ മരണത്തെ സ്വീകരിച്ചുകൊണ്ട്, മരണ ഇരുളിലായിരുന്നുകൊണ്ട് ലോകം നിലവിളിക്കുന്ന ഈ സന്ദർഭത്തിൽ മരണയിരുളിന്റെ താഴ്വരയിൽ കൂടി കടന്നുപോയാൽ ഞാൻ യാതൊരു അനർത്ഥത്തിനും ഭയപ്പെടുകയില്ല എന്ന് പറയുന്ന സങ്കീർത്തനക്കാരുടെ വചനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പ്രത്യാശയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. ദൈവമേ, ഈ നാളുകളിൽ ലോകം മരണയിരുളിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോഴും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് ആ പരാജയത്തിന്റെ, വേദനയുടെ, നിരാശയുടെ സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു. വെറും കൈയായല്ല, ഞങ്ങളെ ശക്തീകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള ശാരീരിക, മാനസിക, ആത്മീയ നന്മകളുമായി കടന്നു വരുന്നുവെന്ന് ഞങ്ങൾ തിരുവനന്തപുരം മനസ്സിലാക്കുന്നു. ദൈവമേ, സ്വന്തം തൊഴിലിലേക്ക് പോയി പരാജയപ്പെട്ട ശിഷ്യന്മാരെ അവർ പരാജയപ്പെട്ട് വേദനിച്ചിരുന്ന സ്ഥലത്ത് സന്ധിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും നൽകി അവർ ശക്തീകരിച്ച് തിരുവനന്തപുരം ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലും യാഥാർത്ഥ്യമായി തീരുവാൻ കർത്താവ് ഒരുക്കുന്ന ആ വിരുന്നിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനെ സഹായിക്കണമേ. അവിടുത്തെ ആതിഥേയത്വത്തിലേക്കുള്ള ക്ഷണം ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിനെ നിരസിക്കാതെ സ്വീകരിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനോടുകൂടെ അത്താഴം കഴിക്കുന്ന, കർത്താവിനോടുകൂടെ ഒന്നിച്ച് ജീവിക്കുന്ന ആ നല്ല അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശയോടെ ജീവിക്കുവാൻ വരുന്നാളുകളെ ഞങ്ങൾക്ക് ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പുതിയ ആഴ്ച തൊട്ടും ജീവിതമൊക്കെ എന്ത് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ സംശയങ്ങളുണ്ട്. ആ വിധത്തിൽ കോവിഡ് എന്ന രോഗം ഈ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെല്ലാം പരിഹാരം നൽകി വരുന്നാളുകളുടെ നന്മയുടെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും നാളുകളാണ് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുറവുകൾ ബലങ്ങളൊക്കെ ക്ഷമിക്കണമേ. കൃപയോടെ അനുഗ്രഹത്തോടെ അടിയങ്ങളെ നടത്തണമേ. സമാധാനത്തോടെ ഞങ്ങൾ അവരുടെ നടത്തണമേ പ്രാർത്ഥിക്കുന്നു. സകല കാര്യങ്ങൾ കർത്താവ് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ക്രിസ്തയേശുവിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും
ഇന്നും എന്നേക്കും നാം ഇവരോട് കൂടെ ഇരിക്കുമാറാകട്ടെ.